നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊക്കെ അർച്ചന വെറുതെ ആലോചിച്ച് കൂട്ടുന്നതാ. സച്ചി നാളെ രാവിലെ വരില്ല. എനിക്ക് ഉറപ്പാ വരില്ലാന്ന്. അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്താൻ ആരും നോക്കൊന്നും വേണ്ട. ഈ പറയുന്ന സച്ചി എന്ന മനുഷ്യൻ അച്ഛന്റെ മകൻ തന്നെയല്ലേ, നന്ദേട്ടന്റെ അനിയൻ തന്നെയല്ലേ. നിങ്ങളുടെയൊക്കെ വർത്തമാനത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതാ ആലോചിക്കാൻ മാത്രം ഇനി നമ്മുടെ മുന്നിൽ സമയമൊന്നും അച്ഛാ. ഇനി മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. വിവാഹത്തിനുള്ള എല്ലാം ഒരുക്കി കഴിഞ്ഞു. ഇനി രണ്ടാമതൊന്നും ആലോചിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സച്ചിയേട്ടനെ കാണാതിരിക്കുന്ന ഈ സമയത്ത് ഈ വിവാഹം നടത്തണമെന്ന് തീരുമാനിക്കുന്നതാണ് ശരിയല്ലാത്തത്. മിനിമം എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിട്ട് പോരെ ഈ വിവാഹത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. എന്ത് പറഞ്ഞാലും വിവാഹം നടക്കരുതെന്ന് മാത്രം അനഘ പറയുന്നതിന്റെ കാരണം എന്താ? ഇപ്പൊ തന്നെ എല്ലാം നിർത്തിവെക്കാം, വിവാഹവും വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് നാളെ രാവിലെ തന്നെ സച്ചി ഇവിടെ കയറി വന്നാൽ അപ്പൊ അനഘ പറഞ്ഞ പ്രകാരം എല്ലാം ക്യാൻസൽ ചെയ്താൽ പിന്നെ എല്ലാം ശരിയാവുമല്ലോ. അങ്ങനെയല്ല നന്ദേട്ടാ. സച്ചിയേട്ടൻ വന്നില്ലെങ്കിലോ? അങ്ങനെ കൂടെ ആലോചിക്കണ്ടേ? വന്നില്ലെങ്കിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇവര് പറയുന്നതിലും കാര്യമുണ്ട് നന്ദേട്ടാ. നമ്മൾ ചിന്തിക്കുന്നത് ഒരു വശം മാത്രം. സച്ചി തിരിച്ചു വരുന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിട്ട് പിന്നീട് വന്നില്ലെങ്കിൽ ഈ പറയുന്ന നാട്ടുകാർ തന്നെ നമ്മളെ കുറ്റം പറയും. നാട്ടുകാരുടെ കാര്യമല്ല പ്രശ്നം. ധനുഷിന്റെയും സ്നേഹയുടെയും ജാതകവശാൽ ഈ വിവാഹം നാളെ നടന്നിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോഴും നടത്താൻ പറ്റില്ലെന്ന് ജോത്സ്യം പറഞ്ഞല്ലേ? നീ കൂടി അറിഞ്ഞ കാര്യമല്ലേ? എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നും ഞാനിതിൽ പങ്കെടുക്കില്ലെന്നും നേരത്തെ തീരുമാനിച്ച് എല്ലാവരെയും അറിയിച്ച കാര്യമാണ്. അതുകൊണ്ട് ഞാൻ വിവാഹത്തെക്കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് വിവാഹത്തെക്കുറിച്ച് അഭിപ്രായം പറയാനുമല്ല. എനിക്ക് എന്റെ സച്ചിയെണ്ണ കണ്ടെത്തണം എന്നുള്ളതുകൊണ്ടാണ്. സച്ചിയെണ്ണ കാണാനില്ലെന്ന് പറഞ്ഞപ്പോ മുതല് കരഞ്ഞ് തകർന്ന് തരിപ്പണായ ഒരാൾ ഈ വീട്ടിലുണ്ട്. എന്റെ അർച്ചനെടുത്തി. അർച്ചനേട്ടത്തിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി വിവാഹത്തിന്റെ കാര്യമൊക്കെ. അനഘേ, നീ എടുത്തിരുന്ന് വരാൻ പറ. എല്ലാം ആലോചിക്കുമ്പോൾ വിവാഹം മാറ്റിവെക്കണമെന്ന അഭിപ്രായം തന്നെ എനിക്കും. സച്ചി ഇന്നൊരു ദിവസം വീട്ടിൽ വന്നില്ല, നാളെ അവനിങ്ങ് വരുമായിരിക്കും. അങ്ങനെ ചിന്തിക്കാനുള്ളതിന് പകരം പോലീസിലൊക്കെ അറിയിച്ചും അത് വാർത്തയാക്കി മാറ്റിയതുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ടാണ്. അർച്ചനെ, നിന്നോടൊരു കാര്യം ചോദിക്കാനാ വരാൻ പറഞ്ഞേ. ഈ ഒരു സാഹചര്യത്തിലും ധനുഷിന്റെ സ്നേഹയുടെ വിവാഹമായിട്ട് മുന്നോട്ട് പോവാനാ തീരുമാനം. എന്താ നിന്റെ അഭിപ്രായം? നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നിനക്ക് പറയാം. എടുത്തി പറ. ഈ നിമിഷം വരെ സച്ചിയെ കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല. അച്ഛനും ഏട്ടനൊക്കെ പറയുന്ന പോലെ നാളെ ഇനി വരുമെന്ന് തീർച്ചയില്ല. അങ്ങനെ ഇരിക്കെ ഈ വിവാഹം ഇപ്പൊ നടത്തേണ്ട കാര്യമുണ്ടോ? അർച്ചന, സംഭവം ഇത്രയേ ഉള്ളൂ. അച്ഛനിപ്പോ പറഞ്ഞതാണ് അതിന്റെ ശരി. സച്ചി ഇന്നലെ രാത്രി വന്നില്ല, അതിനർത്ഥം അവനെന്തെങ്കിലും അപകടം പറ്റിയെന്നാവില്ല. അങ്ങനെ ഒരു അർത്ഥമൊക്കെ അതിന് കൊടുത്തത് നമ്മളാ, പിന്നെ പോലീസും. ജോത്സ്യം പറഞ്ഞ പ്രകാരം നാളെ വിവാഹം നടന്നിരിക്കണം. അതിനനുസരിച്ച് എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കുകയും ചെയ്തു. മുഴുവൻ മാറ്റിവെച്ച് മുഹൂർത്തം കഴിയുമ്പോൾ സച്ചി ഇവിടേക്ക് എത്തിയാൽ
ഇതൊക്കെയാണ് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ. അർച്ചന ഇതിനൊരു തീരുമാനം പറഞ്ഞാൽ ഈ പറഞ്ഞതിനൊക്കെ മേൽ ഞാൻ എന്ത് തീരുമാനം പറയാനാ? ഞാൻ സച്ചി എന്ന ആളുടെ ഭാര്യ. ബാക്കിയുള്ളത് അച്ഛനും കൂടെ പിറപ്പുകളും. ഭാര്യയായ എന്നുള്ള വിഷമൊന്നും ആരിലും ഞാനിവിടെ കാണുന്നില്ല. സച്ചേട്ടൻ നാളെ തന്നെ തിരിച്ചു വരുമെന്ന് നിങ്ങളൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് തന്നെ സ്വയം പറഞ്ഞ് ആശ്വസിക്കാനുള്ളൊരു മാർഗമായ ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ സച്ചേട്ടന്, അതായത് ഈ അച്ഛന്റെ മകനെ കാണാതായിട്ട് ഇത്രയും നേരമായി. ജീവിച്ചിരിപ്പുണ്ടോ അതോ എന്തെങ്കിലും അപകടം പറ്റിയോ ഒന്നും ഇപ്പോഴും തീർച്ചയില്ല. പോലീസ് ഇപ്പൊ അന്വേഷിക്കുന്നത് കടലിലും കായലിലും ഒക്കെയാ. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന എന്നെ വിളിച്ചു വരുത്തിയിട്ട് നാളത്തെ വിവാഹം നടത്തണോ വേണ്ടോ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് മറുപടി പറയണം? ഇതൊക്കെ അർച്ചന വെറുതെ ആലോചിച്ച് കൂട്ടുന്നതാ. സച്ചി നാളെ രാവിലെ വരില്ല. എനിക്ക് ഉറപ്പാ വരില്ലാന്ന്. അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്താൻ ആരും നോക്കൊന്നും വേണ്ട. ഈ പറയുന്ന സച്ചി എന്ന മനുഷ്യൻ അച്ഛന്റെ മകൻ തന്നെയല്ലേ? നന്ദേട്ടന്റെ അനിയൻ തന്നെയല്ലേ? നിങ്ങളുടെയൊക്കെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതാ ഞാൻ ഇറങ്ങി വന്നപ്പോ അച്ഛൻ ഇവിടെ പറയുന്നത് കേട്ടു. നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് പോലീസ് വന്നതും വാർത്തയായതും എന്നൊക്കെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വിവാഹം നടത്താൻ വേണ്ടി മിണ്ടാതിരിക്കണമായിരുന്നോ? നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി ചോദിച്ചതൊക്കെ ഒരു ചടങ്ങിന് വേണ്ടി മാത്രമാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഈ വിവാഹം നടക്കും. എന്നാ എനിക്ക് വലുത് എന്റെ ഭർത്താവാ. അച്ഛനും കൂടെ പിറപ്പുകൾക്കും അങ്ങനെ അല്ലെങ്കിലും എന്റെ സച്ചേട്ടൻ തന്നെ എനിക്ക് വലുത്. നിങ്ങൾ ഈ വിവാഹം നടത്തുകയോ നടത്താതിരിക്കുകയോ എന്ത് വേണേലും ചെയ്തോ, എന്റെ വിഷയം അതല്ല. എനിക്ക് എന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കണം. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ഞാൻ ആലോചിക്കുന്നുമില്ല. എന്റെ താലിയേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. ഇന്ന് രാത്രി കഴിഞ്ഞിട്ടും സച്ചേന്റെ ഒരു വിവരം കിട്ടിയില്ലെങ്കിൽ നാളെ പുലർച്ചെ എന്ത് വേണമെന്ന് ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അല്ലാതെ മറ്റൊന്നും പറഞ്ഞ് ആരും എന്റെ അടുത്തേക്ക് വരണ്ട. നിലവിട്ട് നിൽക്കുക ഞാനിപ്പോ. ഇങ്ങനൊരവസ്ഥയിൽ ഞാൻ എന്ത് പറയുന്നോ എങ്ങനെ പ്രതികരിക്കുന്നോ എനിക്ക് തന്നെ അറിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.